ബാലഗോപാൽ MLA ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ബാലഗോപാൽ, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള നിഗമനമൊക്കെ എങ്കിലും ഒരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടോ? എത്ര പേർക്കാണ് ഈ ജീവഹാനി സംഭവിച്ചത്? പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ. ഇപ്പോഴും അവിടെ വിളിച്ചു കിട്ടിയതേ ഉള്ളൂ. നിയമസഭയായതുകൊണ്ട് തിരുവനന്തപുരത്താണ്. രാവിലെ നിയമസഭയിലേക്ക് ഉള്ള പരിപാടിക്ക് നിൽക്കുക. അപ്പൊ അവിടെ ആ സമയത്താണ് അറിഞ്ഞത് മുക്കോണിമുക്ക് എന്ന് പറയുന്ന നീലേശ്വരത്തിനടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. അതായത് കൊട്ടാരക്കരയോട് ചേർന്ന് തന്നെ ചേർന്നാണ്. അവിടെ കുട്ടികൾ കാത്തു നിൽക്കുന്നിടത്ത് ആണ് ബസ്, ടിപ്പർ ലോറിയാണ്. ബസ് കാത്തു നിൽക്കുന്നവരാണ്. അപ്പം ആ അപകടം ഉണ്ടായി എന്നുള്ള സംഗതിയാണ്. അപ്പം പ്രാഥമിക വിവരം 3 പേരെന്നല്ല പറയുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും അറിയില്ല എത്ര ഉണ്ടെന്ന്. ഈ അപകടമൊന്നും അറിയില്ല. നാട്ടിലെ എല്ലാവരും അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. എല്ലാം കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അത്രേ അറിയുള്ളൂ ഇതിനെപ്പറ്റി. ബാക്കി അങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബാലഗോപാൽ, ഈ അപകടം നടന്ന സ്ഥലം അതൊരു പതിവ് അപകടം നടക്കുന്ന അല്ലെങ്കിൽ വളവോ ഒക്കെ ഉള്ള സ്ഥലമാണോ? അതൊരു രീതിയിൽ നല്ല റോഡുമാണ്. നല്ല ടാർ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള റോഡാണ്. മുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രാഫിക് ഉള്ള സ്ഥലമാണ്. പക്ഷെ നല്ല റോഡാണ്. വലിയ വളവും ഉള്ള സ്ഥലത്താണെന്ന് തോന്നുന്നില്ല. പക്ഷെ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. വലിയ വീതിയുടെ പ്രശ്നമൊന്നും ഉള്ള സ്ഥലമല്ല. ഓക്കെ, അതായത് ഒരു കൺഫർമേഷൻ ചോദിക്കണം. വാഹനം ഓക്കെ. കൊട്ടാരക്കര MLA KN ബാലഗോപാലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനും വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വിവരങ്ങൾ ശേഖരിക്കുകയാണ് അദ്ദേഹം. എന്താണെങ്കിലും ഒരു ടിപ്പർ ലോറിയുടെ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി ഉണ്ടായ അപകടമാണ്. ബസ് കാത്തു നിൽക്കുകയായിരുന്നു ആ സ്കൂൾ വിദ്യാർത്ഥികൾ. അവർക്ക് നേരെയാണ് ആ ടിപ്പർ ലോറി മറിഞ്ഞത്. അത് പാഞ്ഞു കയറിയതാണോ, മറിഞ്ഞതാണോ, നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണോ എന്നുള്ളതിൽ ആണ് ഇനി ആശങ്ക. അതാണ് നമുക്കിനി അറിയേണ്ടത്. എന്നാലും കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ അത് ഊർജിതമായി നടന്നു. വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് ഒക്കെ മാറ്റി എല്ലാവരെയും വളരെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുവാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരാവസ്ഥയിലാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ടിപ്പർ ലോറി ഡ്രൈവർക്കും ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാര്യമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് നാട്ടുകാരുണ്ട് അവിടെ രക്ഷാദൗത്യത്തിന്. ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്ക് കാണാം ആ ലോഡിൽ, ആ ടിപ്പറിൻ്റെ പിന്നിൽ ലോഡ് കയറ്റുന്ന ഭാഗത്ത് മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ആ റോട്ടിലേക്ക് മറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആ ബസ് കാത്തു നിന്ന കുട്ടികളുടെ മുകളിലേക്ക് ആ മണ്ണ് മറിഞ്ഞു വീഴുന്ന സാഹചര്യം കൂടിയുണ്ട്. എത്രമാത്രം ഗുരുതരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യസ്ഥിതി എന്നുള്ളതുമൊക്കെ ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊട്ടാരക്കരയിലാണ് അപകടം. രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്താണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞ് ഒരു അപകടമുണ്ടായത്. ബസ് കാത്തു നിന്ന കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ട. പല സ്കൂളുകളിലായി പഠിക്കുന്ന കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പ്രൈവറ്റ് ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് പല സ്കൂളുകളിലായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്ന് തോന്നുന്നു. അവരുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രായമോ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ, ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് നമ്മുടെ പ്രതിനിധികൾ. ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് ആണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന അതിദാരുണമായിട്ടുള്ള സാഹചര്യം നേരിടേണ്ടി വരുന്നത്. കൊട്ടാരക്കര നീലേശ്വരത്താണ് ഈ അപകടം സംഭവിച്ചത്. കൊട്ടാരക്കരയിൽ ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് ഒരു ലോറി മറിഞ്ഞു. ടിപ്പർ ലോറി മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. കുട്ടികൾ ആ ടിപ്പറിൻ്റെ അടിയിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ടായി. വലിയ പരിശ്രമം തന്നെ വേണ്ടി വന്നു. ബസ് കാത്തുനിന്ന കുട്ടികളുടെ കാത്തുനിന്ന ആ ബസ് സ്റ്റോപ്പിലേക്ക് ഈ ടിപ്പർ ലോറി പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് നിയന്ത്രണം തെറ്റിയ കുട്ടികളുടെ നേരെ, കുട്ടികളുടെ മുകളിലേക്ക് അത് മറിഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം പോലീസ് പറയുന്നത് 3 മരണം അത് സ്ഥിരീകരിച്ചു എന്നാണ്. 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. അതായത് 3 കുട്ടികളുടെ മരണം സ്ഥിരീകരിക്കുന്നു. പുറത്തെടുത്ത മറ്റ് 2 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. അതിൽ ഒരാൾ മുതിർന്നയാളാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിൽ മറ്റൊരു വിവരം വരുന്നത് ബൈക്കിലിടിച്ചാണ് ഈ ടിപ്പർ ലോറി നിയന്ത്രണം തെറ്റി മറിഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ദൃക്സാക്ഷികളിൽ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. കൊട്ടാരക്കര നീലേശ്വരത്താണ് ഇങ്ങനെ അതിദാരുണമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു അപകടം. രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കെ 5 പേരുടെ നില ഗുരുതരമായി തന്നെ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി പറയുന്നത്. പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്.
ആരൊക്കെയാണ്, അവരുടെ പേരുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലെ സ്ഥിരീകരണം വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. 3 മരണം അത് റൂറൽ എസ് പി, കൊല്ലം റൂറൽ എസ് പി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിയോട് കൂടിയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത് കൊട്ടാരക്കര നീലേശ്വരത്ത്. ആ കൊട്ടാരക്കര നീലേശ്വരത്താണ് അപകടം. അവിടുത്തെ ഒരു പ്രദേശവാസി കൃഷ്ണൻകുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്കൾ വിവരങ്ങൾ ലഭ്യമാണോ അതിനെപ്പറ്റി? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോ. എങ്ങനെയാണ് ചേട്ടാ ഈ അപകടം ഉണ്ടായത്? അപകടം നീലേശ്വരം മുക്കോണിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നേക്കുന്നത്. അവിടെ നടന്നേച്ചാൽ ഇവിടുന്ന് മെയിൻ റോഡ് നീലേശ്വരം നെടുമങ്കാവ് റോഡില് മുക്കോണി ജംഗ്ഷൻ എന്ന് പറയും. അവിടെ അമ്പലപ്പുറത്തേക്ക് തിരിയുന്ന റോഡുണ്ട്. അവിടുന്ന് വന്ന ഒരു JCB മെയിൻ റോഡിൽ പോയ ഒരു ബുള്ളറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടിയപ്പം വണ്ടി മറിഞ്ഞ് ലോഡ് ടിപ്പറായിരുന്നു. ടിപ്പർ മറിഞ്ഞ് ബസ് കാത്തുനിന്ന കുട്ടികളുടെ പുറത്തേക്ക്, കുട്ടികളും മറ്റേ യാത്രക്കാർക്കും ബസ് കാത്തുനിന്ന ഒരു ജംഗ്ഷനാണ്. അവിടെ അവരുടെ മുകളിലേക്കാണ് വണ്ടി മറിഞ്ഞ് ഇപ്പൊ 5 പേര് ഗുരുതരാവസ്ഥയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി JCB കൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനടിയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് വളരെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ഒന്നടങ്കം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെന്ന് പറയാൻ അറിയില്ല സാറേ. കൃത്യമായിട്ട് ഈ നിൽക്കുന്ന ആരും കൂടുതൽ ആൾക്കാരും കണ്ടിട്ടില്ലല്ലോ. രാവിലെ ആയതുകൊണ്ട് സ്കൂള് പോകാനായിട്ട് ബസ് കാത്തുനിന്ന കുട്ടികളും പിന്നെ മറ്റു ജോലിക്ക് പോകുന്ന ആളുകളുമാണ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്. അതെ. അത് കൃത്യമായി നമുക്ക് മണ്ണ് ദേഹത്തേക്ക് വീണാണോ അപകടം ഉണ്ടായത്, അതോ ടിപ്പറിന് അടിയിൽ പെടുന്ന സാഹചര്യം ഉണ്ടായോ? വണ്ടി പൊക്കി JCB കൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭദ്രതയിൽ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, JCB ഉണ്ട്, പോലീസുണ്ട്, ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും ഒന്നടങ്കം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ടിപ്പർ ഉയർത്താനും അല്ലെങ്കിൽ അകപ്പെട്ടവരെ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ 5-6 ആംബുലൻസ് വന്ന് എല്ലാവരും ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിലെ വിവരങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. 3 പേര് മരിച്ചെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. അതേ നമുക്ക് കൃത്യമായി അറിയാവൂ. ഈ അപകടം ഒക്കെ പതിവായി നടക്കുന്ന ഒരു സ്ഥലമാണോ കേട്ടോ? അതായത് സ്ട്രെയിറ്റ് റോഡാണോ? അവിടത്തേക്ക് ഓപ്പോസിറ്റ്, ഈ മെയിൻ റോഡിൽ നിന്ന് ഓപ്പോസിറ്റ് റോഡുണ്ട്. ഇത് മേളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അവിടെ നിന്ന് അമ്പലപ്പുറത്ത് നിന്ന് വന്ന വണ്ടിയാണ് ടിപ്പർ. അത് സ്പീഡിൽ വന്നേ ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കും. അപ്പൊ ഒരു ബൈക്ക് വന്ന് ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്താണ്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാവരും ഒന്നടങ്കം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഈ ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചോ, അതോ ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി ചവിട്ടിയെന്ന് പറയുന്നതാണ്. ഞാനും കൃത്യമായി പറയുന്നേ ഉള്ളൂ. പലരിൽ നിന്നും കേട്ട അഭിപ്രായങ്ങളാണ് ഞാൻ ഇദ്ദേഹത്തിനോട് പറയുന്നത്. മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ മണ്ണ് ദേഹത്തേക്ക് വീണാണോ അപകടം, അതോ ടിപ്പറിന് അടിയിൽ വണ്ടി മറിഞ്ഞല്ലോ, വണ്ടി പാടെ മറിഞ്ഞു. മണ്ണ് ലോഡ് വണ്ടിയായിരുന്നു. ആ മണ്ണിന്റെ മുകളിൽ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത്. മതിലുണ്ട്, ആ മതിൽ മൊത്തം പൊളിച്ച് മറിഞ്ഞു. 10-25 മീറ്റർ നീളത്തിലുള്ള ഒരു മതിൽ മൊത്തം മറിഞ്ഞുപോയി. ഒരു കടയുടെ ഫ്രണ്ടിലാണ്, ഒരു 2 മുറി കടയുണ്ട് അവിടെ. കടയുടെ ഫ്രണ്ടിൽ നിന്ന ആളുകളാണ് ബസ് സ്റ്റോപ്പ്. ഓക്കെ. എന്തായാലും പ്രദേശവാസി കൃഷ്ണൻകുട്ടിയാണ് പ്രതികരിച്ചത്. അവിടെ അപകടം നടന്നത് ഒരു ജംഗ്ഷനാണ്. അപ്പം മുകളിൽ നിന്ന് ആ ടിപ്പർ ലോറി എത്തുകയായിരുന്നു. ഒരു പക്ഷേ അത് സ്പീഡിലായിരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഒരു ബൈക്കിനെ വെട്ടിച്ച് ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം തെറ്റി ആ ടിപ്പർ മറയുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് ആവില്ല. പക്ഷേ എങ്കിൽ പോലും ദൃക്സാക്ഷികൾ ഒക്കെ പറഞ്ഞത് പ്രകാരം അത്തരത്തിലാണെന്ന് ഈ കൃഷ്ണൻകുട്ടി എന്ന പ്രദേശവാസി പറയുന്നു. ബൈക്കിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടെയുണ്ടായ അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. ടിപ്പർ ലോറി മറിഞ്ഞു, അപകടത്തിൽ പെട്ടു. ആ അപകടത്തിൽ ഏറ്റവും ദാരുണമായിട്ടുള്ള കാര്യം, സ്കൂളിലേക്ക് പോകാനായി ബസ് കാത്തുനിന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആ അപകടം സംഭവിച്ച ടിപ്പർ ലോറി മറയുന്നത്. പഞ്ചായത്ത് മെമ്പർ, നെടുവത്തൂർ പഞ്ചായത്ത് മെമ്പർ ജലജ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ജലജ, ഈ അപകടം നടന്നത് എങ്ങനെയാണെന്നുള്ളതിൽ ഒരു ധാരണയായിട്ടുണ്ടോ? നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ടിപ്പർ ലോറിയുടെ അമിത വേഗതയിലുള്ള ഒരുക്കമാണ് എന്നാണ് അറിഞ്ഞത്. ഏകദേശം 9 കുട്ടികളോട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതില് 6 പേര് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 കുട്ടികൾ അതിനടിയിൽ പെട്ടുപോയി. കൂടാതെ ബൈക്കിൽ
ഏകദേശം 8 പേരോളം കൊണ്ടുപോയി. ഒരാളെ അതിനടിയിലുണ്ട്, അതിൽ പരസ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ വാർഡാണോ അത്? എന്റെ വാർഡാണ്. ഓക്കെ, ശ്രീമതി ജലജ, ഈ അതൊരു അപകടമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ അല്ലേ? അതായത് ടിപ്പർ ലോറിയുടെ നിയന്ത്രണം തെറ്റി വന്ന സാഹചര്യം കൊണ്ടുണ്ടായ മാത്രം അപകടം മാത്രമല്ലേ അത്? അല്ലെങ്കിൽ ഒരു പതിവായ അപകടം നടക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ? അങ്ങനെയല്ല, ഇതുവരെ അങ്ങനെ അപകടങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ റോഡ് 2-3 റോഡ് ചേരുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ എവിടെ നിന്ന് ടിപ്പർ വന്നതാണെന്ന് അറിയത്തില്ല. ഒരു വളവുണ്ട്, വളവിൽ നിന്ന് കയറി വന്നതാണോ എന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനെ അപകടങ്ങൾ നടക്കുന്നതല്ല. ബസ് സ്റ്റോപ്പ് ഒന്നും അല്ലെങ്കിൽ പോലും രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ ചോദിക്കട്ടെ, അതൊരു മിനി ടിപ്പർ ലോറി അല്ലേ? അതിലെ മണ്ണ് ഏറെക്കുറെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും അതിനടിയിൽ കുടുങ്ങാനുള്ള സാഹചര്യമുണ്ടോ ആളുകൾ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ടോ? വണ്ടിക്കകത്ത് കൊണ്ടുവന്ന മണ്ണാണോ എന്താണെന്ന് അറിയത്തില്ല. അതും അതിനോടൊപ്പം തന്നെ മതിലിടിഞ്ഞ മണ്ണും എല്ലാം കൂടി ഉണ്ട്. അപ്പൊ വണ്ടി ചരിഞ്ഞതിൽ കിടന്നത് അത് നോക്കിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുർബലങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ 3 കുട്ടികളുടെ മരണം അതിനകത്തുണ്ട് എന്നൊരു സ്ഥിരീകരണമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ കുട്ടികൾ 3 പേരുടെ മരണം സംഭവിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. ആ ഒരു സ്ഥിരീകരണം മെമ്പർക്ക് കിട്ടിയിരുന്നോ? 3 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. ആരാ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ മരിച്ചു. കൊണ്ടുപോയതിൽ മിക്കതും മരിച്ചു കൊണ്ടുപോയ ബോഡികളാണ്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു. കൊണ്ടുപോയ 5 എണ്ണം മരണപ്പെട്ടത് തന്നെയാണ്. സ്പോട്ടിലുണ്ടോ? മെമ്പർ അവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഈ 5 പേരുടെ, അതായത് 3 സ്ഥിരീകരണമുണ്ട് മരണത്തിൽ. വേറെ 5 പേരെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ആദ്യം വന്നത്. അത് എത്ര പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് അറിയാമോ? ലോറി ഡ്രൈവർ മരിച്ചു എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തെയാണ് ആദ്യം കൊണ്ടുപോയെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബൈക്കിൽ വന്ന ഒരു പുരുഷൻ, അദ്ദേഹവും മരിച്ചിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ. പിന്നെ 3 കുട്ടികൾ, അങ്ങനെ 5 എണ്ണം മരിച്ചു എന്നുള്ളത് ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അറിയാൻ പറ്റും. എത്ര കുട്ടികളുണ്ടായിരുന്നു? വിദ്യാർത്ഥികൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ അപകടത്തിൽ? 9 പേര് നിൽപ്പുണ്ടായിരുന്നു. 3 പേരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഓടി മാറാൻ പറ്റില്ല. ബാക്കി കുട്ടികൾ ഓടി മാറി. 6 കുട്ടികൾ. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ടിപ്പർ ലോറി ഡ്രൈവറുടെ സാഹചര്യം മോശമായിരുന്നു കൊണ്ടുപോകുമ്പോൾ അല്ലേ? അദ്ദേഹം മരിച്ചു എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ വരുന്നതിന് മുന്നേറ്റ് കൊണ്ടുപോയി. മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബൈക്ക് യാത്രക്കാരനും നേരത്തെ മരിച്ചാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ ആശുപത്രി വളരെ അടുത്ത് എത്ര ദൂരമുണ്ട്? ഒരുപാട് ദൂരത്തിലാണോ? 3 കിലോമീറ്ററേ ഉള്ളൂ. 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അപകടത്തിൽ പെട്ടതായി നമ്മൾ കരുതുന്നത് 5 പേരാണ് അല്ലേ ആകെ? മരിച്ചു എന്ന് പറയുന്നത് 5 പേരാണ്. അല്ല, മരിച്ചു എന്നുള്ളവരല്ല, മറ്റേ പരിക്കേറ്റ ആരെങ്കിലും ഉണ്ടോ? അറിയാൻ കഴിയില്ല. അതിനെപ്പറ്റി അറിയാൻ കഴിയില്ല. എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നത് 8ാമത്തെ എടുത്തിട്ടുണ്ട്. 8ാമത്തെ ആണെന്നാണ് പറയുന്നത്. ഞാൻ വന്നതിന് ശേഷം തന്നെ 5ാമത്തേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ 3 എണ്ണം കൊണ്ടുപോയി എന്ന് പറയുന്നു. ഓക്കെ, വ്യക്തതയുള്ള കാര്യമല്ല. മനസ്സിലായി. ആദ്യ വിവരമാണ്, പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരമാണെന്നറിയാം. നന്ദി. എന്തായാലും ശ്രീ ജലജ മെമ്പറാണ് പ്രതികരിച്ചത്. ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും ശ്രീമതി ജലജ അല്പസമയം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. എന്താണെങ്കിലും മെമ്പർക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് 5 പേരെയും ഏറെക്കുറെ ജീവനില്ലാത്ത സാഹചര്യത്തിലാണ് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ 8 പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊക്കെ ആ നാട്ടുകാർ തന്നെ മെമ്പറോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ഥിരീകരണമില്ല. പോലീസ് അതിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റാരും അതിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ നാട്ടുകാരും അപ്പോൾ ആ വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീമതി ജലജയും പറയുന്നത് പ്രകാരം 8 പേർക്കെങ്കിലും അവിടെ അത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. വിനീഷ് മെമ്പർ നൽകിയ വിവരം അത് ഞെട്ടിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. 5 പേരുടെ ആ ടിപ്പർ ലോറി ഡ്രൈവർ ഉൾപ്പെടെ ഏതാണ്ട് 8 പേര് അപകടത്തിൽപ്പെട്ടു എന്നാണല്ലോ മെമ്പർ സൂചിപ്പിക്കുന്നത്. സ്ഥിരീകരണമല്ല എങ്കിൽ പോലും. തീർച്ചയായും ഇന്ന് പുലർച്ചെ ഒരു 7 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ബസ് കാത്ത് നിന്ന അവരുടെ ഇടയിലേക്ക് ടിപ്പർ ലോറി, അതായത് നിറയെ മണ്ണുമായി വന്ന ടിപ്പർ ലോറിയാണ്, ലോഡുമായി വന്ന ടിപ്പർ ലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു കയറിയത്. ഇതില് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ
നിരവധി വിദ്യാർത്ഥികളടക്കം ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.